എടാ ക്ലാസ് 9 സോഷ്യൽ സയൻസ് എക്സാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും 9ാം ക്ലാസ്സിൽ ശരിക്കും ഈ ഒരു വർഷം ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു വർഷമാണ് 9ാം ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ടെക്സ്റ്റ് ബുക്ക് മാറി, സിലബസ് മാറി ഇൻ ദ സെൻസ് കുറച്ചും കൂടിയും ഡീപ്പായിട്ട് പഠിക്കാനുള്ള രീതിയിലേക്ക് കണ്ടന്റുകൾ മാറിയിട്ടുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ ഈ വർഷം പഠിച്ച കുട്ടികൾ നേരിട്ട ഏറ്റവും വലിയ ആദ്യത്തെ അല്ലെങ്കിൽ അവർ നേരിട്ട പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പരീക്ഷയും, അത് ഓണപരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ഈ കഴിഞ്ഞ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഏത് തരം ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന രീതിയിൽ കൃത്യമായ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടായിരുന്നു. ഏത് തരം ചോദ്യങ്ങളാണ് ചോദിക്കുക, അത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ശരിക്കും ഒരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഏത് രീതിയിലെ പാറ്റേൺ ചോദ്യങ്ങളാണ് സമഗ്ര കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. അതൊന്നും വലിയ അത്തരം ഒരു വലിയൊരു മോഡൽ ക്വസ്റ്റ്യൻ അല്ല ശരിക്കും ക്രിസ്മസിനൊക്കെ ചോദിച്ചത്. പക്ഷേ സമഗ്രട്ട ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം എവിടെ ചോദിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഫൈനൽ എക്സാമിന്, ഈ വർഷത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സമഗ്ര എന്ന് ചോദിച്ചോ. അപ്പം ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, സിലബസ് മാറുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം, ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. ശരിക്കും നിങ്ങളുടെ ഈ ഫൈനൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ്, അതായത് 6 മുതൽ 6, 7, 8 രണ്ടും ജോഗ്രഫി ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ 6, 7, 8 ചാപ്റ്റേഴ്സാണ്. അറൗണ്ട് 60% ചോദ്യം, അല്ലെങ്കിൽ 65% ചോദ്യങ്ങൾ വന്ന് എവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിടുന്നതാണ് ഈ 6, 7, 8 ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വർഷം SLCയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് അവിടെയും സിലബസ് മാറാൻ വേണ്ടി പോകാൻ. അവിടെയും സിലബസ് മാറുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ ഈ രീതിയിൽ ചോദിക്കാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അറൗണ്ട് എങ്ങനെ ഉണ്ടായി നിങ്ങളുടെ ഇന്നത്തെ സോഷ്യൽ സയൻസ് എക്സാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്നലെ നമ്മൾ ഇഷ്യൂപ്പോണ്ട് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതായത് 6, 7, 8 ചാപ്റ്റർ നമ്മൾ നന്നായി ഡീപ്പായിട്ട്, ജോഗ്രഫിയും ഹിസ്റ്ററിയും നമ്മൾ നന്നായി ഡീപ്പായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഓരോ ചാപ്റ്ററും ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്. പുതിയ ചോദ്യങ്ങളൊന്നും ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടില്ല, ഏത് ഭാഗങ്ങളിൽ ആ ക്രിസ്മസിന് ശേഷമുള്ള ആ ടോപ്പിക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നിങ്ങൾ വിചാരിച്ചതിൽ എഴുതാൻ സാധിച്ചോ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പിന്നെ ക്രിസ്മസ് എക്സാം ഈ സിലബസ് മാറിയ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ എഴുതാൻ സാധിച്ചു നിങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടും, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വരികയാണെങ്കിൽ, എന്തായാലും നന്നായി കൃത്യമായി നമ്മളെ ക്ലാസ്സുകളും കാര്യങ്ങളും കണ്ട കുട്ടിക്ക് ഒരു സംശയവും വേണ്ട, ഒരു 72+ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ, അതായത് A+ എത്താൻ സാധിക്കുന്ന ഒരു പേപ്പർ തന്നെയാണ്. അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ചാപ്റ്റർ ഒരു മാസ്റ്റർ ഫോളോയിങ് ചോദിച്ചിരുന്നു, അതൊരു ടഫ് പോർഷൻ തന്നെയാണ്. കാരണം ചാപ്റ്റർ ഏതോ ഉള്ളിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ആ മാസ്റ്റർ ഫോളോയിങ് അവിടെ ചോദിച്ചാൽ. ആ രീതിയിലുള്ള പിന്നെന്താ ചെയ്യാം, ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു 72 മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ സാധിക്കുന്ന, പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വാങ്ങാൻ കഴിയുന്ന ഒരു പേപ്പർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നിർബന്ധിതങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക. എക്സാം ടഫായിരുന്നോ അല്ലെങ്കിൽ ഈസി ആയിരുന്നോ, അല്ലെങ്കിൽ എന്താണ് ഈ സോഷ്യൽ സയൻസിലെ എക്സാമിൽ നിങ്ങൾ നേരിട്ട നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ അടുത്ത എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കഴിഞ്ഞ എക്സാമിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയോ ചെയ്യരുത്, അല്ലെങ്കിൽ കഴിഞ്ഞു നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ കമ്മിങ് എക്സാമിന് അത് ബാധിക്കും. ഓക്കെ, അതവിടെ കഴിഞ്ഞത് ഓവർ. സോ നിങ്ങൾ അടുത്ത എക്സാമിൽ നിന്ന് നന്നായി പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.